Hello and welcome to Moments of Hope from the Hope in Jesus Ministries. Hope in Jesus ശുശ്രൂഷയിൽ നിന്നുള്ള പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. I am happy to see you once again through this television program where we bring the good news of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഈ നല്ല വർത്തമാനത്തെ അറിയിക്കുന്ന ഈ ടിവി പ്രോഗ്രാമിലൂടെ നിങ്ങളെ ഏവരെയും കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. Before I go on to my message, ഇന്ന് നാം സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി can we look at what the Lord has done in some people's life? കർത്താവ് ചില ജീവിതങ്ങളിൽ ചെയ്ത കാര്യങ്ങളെ നമുക്കിന്ന് കാണാം. To the segment called Miracles from Jesus. യേശുവിൽ നിന്നുള്ള അത്ഭുതങ്ങൾ. ഞങ്ങളുടെ ഹൗസ് ഓണർ ആന്റിയാണ്. അവര് ശനിയാഴ്ച കാലുവേദന ഉണ്ടായിരുന്നു, 14 വർഷം തൊട്ടുള്ളതാ. അറിയില്ല, ജോയിന്റ് പെയിൻ ആണെന്നാ പറഞ്ഞ. അപ്പൊ 14 വർഷം തൊട്ട് മെഡിസിൻസ് ഒക്കെ എടുത്തു, നാട്യ ഔഷധിയൊക്കെ എടുത്തു. ഞാൻ ശനിയാഴ്ച അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചേതൻ ബ്രദറും അനീഷ് കുമാർ ബ്രദറും വീട്ടിൽ വന്ന് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സൺഡേ എന്നോട് പറഞ്ഞു വിട്ടു അവര് ആ മോളുടെ അടുത്ത് ഇങ്ങനെ കാലിന് വേദന കുറവുണ്ടെന്ന്. ഇപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്ക് നിന്നപ്പോ പൂർണ്ണമായും മാറി. 14 വർഷം പ്രോബ്ലം ആയിട്ടോ? ആയിട്ടോ. ഒറ്റ നിമിഷം ജീസസിന്റെ പ്രസന്നം ശരിയാക്കിയില്ലേ? Welcome back. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. Those testimonies must have increased your faith levels. ഈ കണ്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. This is Jesus for you. ഇതാണ് യേശു നിങ്ങൾക്കായി ചെയ്യുന്നത്. We have been meditating on the blood of Jesus. നാം യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിക്കുകയായിരുന്നു. Nothing but the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നു. If you believe it, just repeat with me. Nothing but the blood of Jesus. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രം. And today is the final episode in that series. ഇന്ന് ആ പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡാണ്. We are going to meditate what the blood of Christ can only do to make sure that we are in heaven. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നാം സ്വർഗ്ഗത്തിൽ എത്തുന്നു എന്നതിന് ഉറപ്പുവരുത്തുന്ന കാര്യത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ പോകുന്നു. On the previous episodes we understood that the blood of Jesus is precious. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ഒരു കാര്യം മനസ്സിലാക്കി, യേശുക്രിസ്തുവിന്റെ രക്തം അത് മൂല്യതയുള്ളതാണ്. That it redeems us from the powers of darkness. അന്ധകാര ശക്തികളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. That brings us out from devil and it takes us to a fellowship of God. പിശാചിന്റെ ശക്തിയിൽ നിന്നുമുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നമ്മെ എത്തിക്കുവാൻ ഇടയായിത്തീരും. And in the final segment we are going to learn that the blood of Jesus assures a place in heaven for you. ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ സ്വർഗ്ഗത്തിൽ എത്തിക്കും എന്ന ഒരു ഉറപ്പിനെ കുറിച്ചാണ്. Let's turn our Bibles to 1 Peter chapter 1 verse 22. 1 പത്രോസ് 1:22 നമുക്ക് വേദപുസ്തകം തിരിക്കാം. 1 Peter 1:22. 1 പത്രോസ് 1:22. Since you have been in obedience to the truth, purified your souls for a sincere love of the brethren, fervently love one another from the heart. എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ സ്നേഹിപ്പിൻ. Purification of souls is needed to be part of the eternal life. നമ്മുടെ ദേഹിയുടെ ഒരു ശുദ്ധീകരണം നമുക്ക് നിത്യ ജീവനിലേക്ക് എത്തുന്നതിന് അത്യാവശ്യമായിരിക്കും. And the blood of Jesus will do that. യേശുക്രിസ്തുവിന്റെ രക്തമാണ് അത് നമ്മുടെ Because ജീവിതത്തിൽ it takes ചെയ്യുന്നത്. away all the impurities, all the sin that we have in our soul. The blood of Jesus washes us and makes us perfect. നമ്മുടെ ദേഹിയിലെ എല്ലാ പാപത്തെയും മാറ്റി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ രക്തം കാരണമായി തീരും. If you read Hebrews 9:14, എബ്രായർ 9:14 നാം വായിച്ചാൽ the Bible says, വേദപുസ്തകം പറയുന്നു, how much more will the blood of Christ, who through the eternal Spirit offered himself without blemish to God, to purify your souls from dead works to worship the living God. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച
യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. It is the blood of Jesus which will purify your soul. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നിങ്ങളുടെ ദേഹിയെ ശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി This തീർക്കുന്നത്. was God's plan from the beginning. ഇതായിരുന്നു ആദ്യം മുതൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി. God had a beautiful script written for mankind. He knows what will happen. He knows what is going to be the end. മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. അതിന്റെ ആരംഭം എന്താണ്, അതിന്റെ അവസാനം എന്താണ് എന്ന് ദൈവത്തിന് വളരെ വ്യക്തമായി അറിയാം. If you read Genesis 3:21, ഉൽപ്പത്തി 3:21 നാം വായിച്ചാൽ the Bible says, വേദപുസ്തകം the പറയുന്നു, Lord God made garments of skin for Adam and his wife and clothed them. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പ് ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. Always I have told you in my episodes that the old covenant or the old testament is the shadow of the good thing which was to come and which is the shadow of Jesus Christ and his sacrifice. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എപ്പോഴും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിന്റെ നിഴലും വരുവാനിരുന്ന നന്മകളുടെ നിഴൽ മാത്രമാകുന്നുവെന്ന്. And when Adam and Eve sinned, ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ they covered themselves with fig trees. അവരെ അത്തിയില കൊണ്ട് അവരെ മറയ്ക്കുവാനായി ശ്രമിച്ചു. They covered themselves with their own ideas. അവരുടെ തന്നെ ആശയം കൊണ്ട് അവരെ മറയ്ക്കുവാനായി They ശ്രമിച്ചു. tried to hide their sins or get a pardon of their sins using their techniques or ideas. അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവരുടെ തന്നെ ആശയങ്ങൾ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചു. But God had a different plan. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. God makes a garment out of an animal skin and he clothes Adam and Eve. ദൈവം അവിടെ ഒരു മൃഗത്തിന്റെ തോൽ കൊണ്ട് ആദാമിനെ ഹവ്വയെയും വസ്ത്രം ധരിപ്പിച്ചതായി കാണുവാൻ I കഴിയും. strongly believe, ഞാൻ ഇങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. and many Bible commentators have written about this, അതുമാത്രമല്ല അനേകം വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. that was the first sacrifice that God did himself. അതാണ് ദൈവം ആദ്യമായി മനുഷ്യന് വേണ്ടി ചെയ്ത ഒരു യാഗമെന്ന്. He must have killed an animal to take out the skin of the animal. അവിടെ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോല് അതിൽ നിന്നും എടുത്തു. Blood was shed. ആ സമയത്ത് രക്തം ചിന്തിക്കൊണ്ടു. Blood had to be shed to cover up the sins. ആ ഒരു പാപം മറയ്ക്കുവാനായി രക്തം ചിന്തപ്പെടേണ്ടി വന്നു. That was the mirror or that was the shadow image that Jesus Christ is going to be the ransom or he is going to pay the price for your salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രൂശില് ഒരു പരമയാഗമായി അർപ്പിക്കുന്നതിന്റെ ഒരു നിഴലായാണ് ഇങ്ങനെ ആദിയിൽ സംഭവിക്കാൻ ഇടയായി This തീർന്നത്. is God's plan. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. This was the same plan right from the beginning. ഇതേ പദ്ധതിയായിരുന്നു ആദ്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Again, if you read the Bible in Genesis chapter 4 verse 2 to 4, വീണ്ടും ഉൽപ്പത്തി 4:2 മുതൽ 4 വരെ നാം വായിച്ചാൽ God accepts the sacrifice of Abel because blood was accepted by God. ദൈവം അവിടെ ആബേലിന്റെ യാഗത്തെ സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും. Again, if you read Genesis 8:20 and 21, വീണ്ടും ഉൽപ്പത്തി 8:20-21 നാം വായിച്ചാൽ after God destroyed the whole earth with a great flood, വലിയൊരു പ്രളയം മുഖാന്തരമായിട്ട് ലോകത്തെ മുഴുവൻ ദൈവം നശിപ്പിച്ചതിനു ശേഷം God saved Noah and family. ദൈവം നോയെയും കുടുംബത്തെയും രക്ഷിച്ചു. And Noah is offering a burnt offering of an animal. ഈ സമയത്ത് നോവ ഒരു യാഗം അവിടെ And അർപ്പിക്കുകയാണ്. God is pleased with them. ദൈവം ആ യാഗത്തിൽ പ്രസാദിച്ചു. Again, if you read Leviticus 4:4 to 5, വീണ്ടും ലേവ്യ പുസ്തകം 4:4 മുതൽ 5 വരെ God orders a sacrifice of an animal to be done. അവിടെ ദൈവം ഒരു മൃഗത്തിന്റെ യാഗം അർപ്പിക്കുവാനായി കൽപ്പിക്കുകയാണ്. But in the New Testament, എന്നാൽ പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ the pattern of offering sacrifice has not changed. ആ യാഗം അർപ്പിക്കുന്നതിന്റെ മാതൃകയിൽ വ്യത്യാസം വരുന്നില്ല. But the person or the being which is offered is changed. എന്നാൽ എന്താണോ അവിടെ യാഗം അർപ്പിക്കേണ്ടി വന്ന വസ്തു അതിനൊരു മാറ്റം If സംഭവിക്കുക. you read Hebrews chapter 9 verse 22, എബ്രായർ 9:22 നാം വായിച്ചാൽ the Bible says, വേദപുസ്തകം പറയുന്നു, shedding of blood will bring cleansation. അവിടെ രക്തം ചൊരിയുന്നത് അത് ശുദ്ധീകരണത്തെ കൊണ്ടുവരുവാൻ And in the New ഇടയായിത്തീരും. Testament, God introduced His own Son Jesus. പുതിയ നിയമത്തില് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ യാഗമാണ് പിതാവായ ദൈവം അർപ്പിച്ചത്. And His sinless blood അത് മാത്രമല്ല തന്റെ പാപം കൂടാത്ത for രക്തവും you and me. അതാണ് നമുക്ക് വേണ്ടിയിട്ട് ചൊരിയപ്പെടുവാൻ My dear ഇടയായിത്തീരുന്നത്. brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, nothing but the blood of Jesus will save us. യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നിനും നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. Because Jesus died for us, എന്തുകൊണ്ടെന്നാൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു.
he became our high priest. യേശു നമ്മുടെ മഹാപുരോഹിതനായി He is a തീർന്നു. person who takes his own blood which speaks good things for us to God the Father, and he becomes the mediator thereby doing that. യേശുവാണ് തന്റെ തന്നെ രക്തത്തെ വഹിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി തീരുന്നത്, നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത്. When we sin, നാം പാപം the ചെയ്തപ്പോൾ blood of Jesus speaks good things for us. യേശുക്രിസ്തുവിന്റെ രക്തം നമുക്കായി ഗുണകരമായി സംസാരിക്കുന്നു. Hebrews chapter 9 verse 11 to 14 clearly explains എബ്രായർ that. 9:11 മുതൽ 14 വരെയുള്ള ഭാഗം വളരെ വ്യക്തമായത് പറയുന്നു. Jesus entered the holy of holies യേശു അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെന്നു. through his death. തന്റെ മരണത്തിലൂടെ The separation between God and man was cleansed off. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുണ്ടായിരുന്ന ആ ഭിന്നത തന്റെ രക്തത്തിലൂടെ അത് മാറ്റപ്പെടുവാൻ And ഇടയായി the തീർന്നു. promise which Jesus said, I am the way, I am the truth, I am the life, came into existence under the new covenant. അങ്ങനെ ഈ പുതിയ ഉടമ്പടിയുടെ കീഴിൽ യേശു പറഞ്ഞ കാര്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനായിട്ട് ഇടയായി തീർന്നു. Why was it done? എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? Because under the old covenant, the blood of bulls was not enough to take away our sins. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമത്തിന്റെ നോക്കിയാൽ കാളയുടെയോ ഒരു ആട്ടുകൊറ്റന്റെയോ രക്തം അതിന് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ മതിയാകാതെ വന്നു. Hebrews chapter 10 verse 4 to 14. എബ്രായർ 10:4 മുതൽ 14 വരെയുള്ള ഭാഗം അത് പറയുന്നു. Only the blood of Jesus. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് Only മാത്രം, the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് Only the blood of മാത്രം, Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം, Only the blood of Jesus യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം can take away your sins. നിങ്ങളുടെ പാപങ്ങളെ മാറ്റുവാനായി കഴിയും. Hallelujah. ഹല്ലേലൂയ. Now, taking away the sins is a time when we come to Jesus for the first time. നമ്മുടെ പാപങ്ങളെ എടുത്ത് മായ്ച്ചു കളയുന്നത് നാം യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. When we come to Jesus, നാം യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ we repent, നാം we മാനസാന്തരപ്പെടും, confess, നാം പാപങ്ങളെ ഏറ്റുപറയും, we say sorry, നാം അതേ എന്റെ ജീവിതത്തിൽ അങ്ങനെ തെറ്റുപറ്റി ദൈവമേ നാം and the blood of സമ്മതിക്കും. Jesus wipes away all the sins. അങ്ങനെ നാം പറയുമ്പോൾ യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. But is it enough for us to be in heaven? എന്നാൽ നാം സ്വർഗത്തിലേക്ക് എത്തുവാൻ ഇങ്ങനെ നാം ഒരിക്കൽ ഏറ്റുപറയുന്നത് മാത്രം മതിയോ? Are there chances where we will sin again? വീണ്ടും നാം പാപം ചെയ്തു പോകുവാനുള്ള സാഹചര്യങ്ങളുണ്ടോ? Most importantly, ഏറ്റവും പ്രാധാന്യതയുള്ളത് the blood of Jesus will preserve a saint. യേശുക്രിസ്തുവിന്റെ രക്തം ഒരു വിശുദ്ധന്റെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. 3 ways. 3 തരത്തിലാണ് അത് ചെയ്യുന്നത്. Number 1, ഒന്നാമതായി, the blood of Jesus is already done everything for you. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതെല്ലാം നിറവേറ്റി കഴിഞ്ഞു. 1 Peter 1:23 the Bible says, 1 പത്രോസ് 1:23 അത് you പറയുന്നു, have not been born of something which is perishable but which is everlasting. നിങ്ങൾ പുതുതായി ജനനം പ്രാപിച്ചത് നശിച്ചു പോകുന്ന എന്തെങ്കിലും കൊണ്ടല്ല, അത് നിലനിൽക്കുന്നതും എന്നേക്കുമുള്ളത് മുഖാന്തരമായിട്ടത്രേ. It is not because of your good works that you are saved. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരമായിട്ടും അല്ല നിങ്ങൾ It രക്ഷിക്കപ്പെട്ടത്. is not because that you are born in a good family that you become saved. നിങ്ങൾ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല നിങ്ങൾ പുതുതായി ജനനം It is പ്രാപിച്ചത്. because of the precious blood of എന്നാൽ Jesus, യേശു ക്രിസ്തുവിന്റെ which രക്തമുഖാന്തരമായാണ് will നിങ്ങൾ guarantee your രക്ഷിക്കപ്പെട്ടത്. salvation. അത് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ ഉറപ്പാക്കും. Because good works can turn bad. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നല്ല പ്രവൃത്തികൾ മുഖാന്തരമാണ് എങ്കിൽ അത് മാറിപ്പോകുവാൻ Good സാഹചര്യങ്ങളുണ്ട്. family can turn into a bad family all of a sudden. നല്ല കുടുംബം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അത് മോശമായി തീരുവാൻ But this ഇടയായിത്തീരും. blood of Jesus never changes. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം അത് മാറ്റമില്ലാത്തതാണ്. Second, the രണ്ടാമതായി, blood of Jesus guarantees eternal security. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് നിത്യമായ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ The ഇടയായിത്തീരും. Bible says in John chapter 3 verse 16, യോഹന്നാൻ 3:16 പറയുന്നു, that if you just believe in Jesus, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ you have eternal life. നിങ്ങൾക്ക് നിത്യ ജീവൻ ഉറപ്പാകും. Again, the Bible says in Ephesians 4:30, വീണ്ടും എഫേസ്യർ 4:13, that you were sealed by the blood of Jesus for the day of redemption. നിങ്ങളുടെ വീണ്ടെടുപ്പ് ദിവസത്തിനായി നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തം മുദ്രയിട്ടിരിക്കുന്നു എന്ന് അവിടെ കാണുവാൻ A കഴിയും. thing which is sealed cannot be opened. ഒരു മുദ്ര വച്ചിരിക്കുന്ന ഒരു വസ്തു അതിനെ തുറക്കുവാൻ കഴിയുകയില്ല. You have a guarantee. അതുകൊണ്ട് ദൈവം നിങ്ങൾക്കൊരു ഗ്യാരണ്ടിയായി തരികയാണ്. Finally, the അവസാനമായി, blood of Jesus gives us security. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്കൊരു സുരക്ഷ തരുവാൻ ഇടയായിത്തീരും. The blood of Jesus promises absolute security in Jesus. യേശു ക്രിസ്തുവിന്റെ രക്തം യേശു ക്രിസ്തുവിൽ നമുക്കൊരു സുരക്ഷ ഉറപ്പാക്കും. John chapter 10 verse 28. യോഹന്നാൻ 10:28, I give you eternal life. They will never perish. No one will snatch them out of my hand. ഞാൻ അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു,
അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറക്കുകയും ഇല്ല. Again Colossians 3:3. വീണ്ടും കൊലോസ്യർ 3:3. For you have died and your life is hidden with Christ in God. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. We have a supernatural protection when you believe in Jesus. നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വലിയൊരു ഉറപ്പ്, സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ തരും. Why do we need this protection? എന്തുകൊണ്ടാണ് നമുക്ക് ഈ സംരക്ഷണം To ആവശ്യമായി? guard us from the wicked enemy called the devil. നമ്മെ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനാണ് ദൈവം നമുക്ക് ഇത് It is തരുന്നത്. he who wants us to be destroyed. പിശാചാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. But the blood of Jesus will protect you. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ സംരക്ഷിക്കും. Finally, only one thing before I close. ഇന്ന് അവസാനമായി ഒരു കാര്യം കൂടെ. The blood of Jesus promises salvation. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് രക്ഷ തരും. Many people feel that salvation is a one-time or a one-day process. അനേകർ ഇങ്ങനെ വിശ്വസിക്കാറുണ്ട്, രക്ഷ എന്നത് ഒരു ദിവസം ഒരിക്കലായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. Salvation is a process which will happen in our life the day when we accept Jesus Christ, which will continue either till we die in this world or if we are alive till the second coming of Jesus Christ. രക്ഷ എന്നത് നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാകുന്നു. അത് ഒരു ദിവസം തുടങ്ങുന്നു, എന്നാൽ അത് നമ്മുടെ മരണം വരെയോ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോളമോ നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും. And it will be complete only when we are in eternal life. നാം നിത്യ ജീവനിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തുവാൻ ഇടയായിത്തീരുന്നത്. Let's read Acts 16:31. അപ്പോസ്തലപ്രവൃത്തികൾ 16:31 നമുക്ക് വായിക്കാം. If you believe in Lord Jesus Christ, you will be saved. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. That's the starting point. അതാണ് ആരംഭിക്കുന്ന The സമയം. moment you believe in Jesus, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. confessing your sins, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു, asking Jesus to wash you with the precious blood of Christ, യേശുവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ salvation ആവശ്യപ്പെടുന്നു. process starts. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ ആരംഭം. The blood has never and will never lose its saving power. അതുമാത്രമല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മെ രക്ഷിക്കുവാനുള്ള ശക്തി അതിന് ഒരിക്കലും നഷ്ടമാകുകയില്ല. Hebrews 7:25. എബ്രായർ 7:25 The Bible says, വേദപുസ്തകം പറയുന്നു, therefore he is able also to save forever those who draw near to God through him, since he always lives to make an intercession for them. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. He is mighty enough to save you. നിങ്ങളെ രക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. But only one condition. എന്നാൽ ഒരേ ഒരു നിബന്ധന, Draw near to God. ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ Jesus ചെല്ലുക. met Peter for the first time and said, follow me. യേശു പത്രോസിനെ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാം. From that day he started drawing near to God. അന്നു മുതൽ പത്രോസ് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തുടങ്ങി. The power of blood is still available today to all who will come. യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നും തന്റെ അടുക്കലേക്ക് പോകുന്നവർക്കെല്ലാം ശക്തിയുള്ളതാണ്, ലഭ്യമാണ്. If you read Revelations 22:17, വെളിപാട് പുസ്തകം 22:17 നാം the വായിച്ചാൽ, Spirit and the bride say, come, and let the one who hears say, come, and let the one who is thirsty come, let the one who wishes take water of life without any cost. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. My dear brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, this blood of Jesus is available for you. ഈ യേശുവിന്റെ രക്തം ഇന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. It is free of cost. അത് നിങ്ങൾക്ക് സൗജന്യമാണ്. If you are in sin, നിങ്ങൾ പാപത്തിലായിരിക്കുന്നുവെങ്കിൽ, how do you know that you are in sin? നിങ്ങൾ ഒരു പാപത്തിലായിരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം? Number one, you will not have a hope. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ഇല്ലാതിരിക്കും. Number two, you will not have a trust on God. രണ്ടാമത്, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയമില്ലാതിരിക്കും. Number 3, you will not have faith. മൂന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം Number കാണില്ല. 4, you cannot experience God. നാല്, നിങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കാൻ Number കഴിയില്ല. 5, you will not be happy. അഞ്ച്, നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായ സന്തോഷം Number 6, ഉണ്ടായിരിക്കില്ല. you will not have peace. ആറ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം Number ഉണ്ടാകില്ല. 7, you will feel that you are not blessed. ഏഴ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ All കഴിയില്ല. these characters come together when you are in sin. നിങ്ങൾ ഒരു പാപത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ But the വരാം. good news for you, എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു നല്ല വർത്തമാനം, come to Jesus. യേശുവിന്റെ
അടുക്കലേക്ക് Come വരിക. to the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക് വരിക. Believe in him. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. He is mighty enough to redeem you from the power of darkness. എല്ലാ അന്ധകാര ശക്തികളിലും നിങ്ങളെ വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. The blood of Jesus is mighty enough to take away your sins. യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം ശക്തിയേറിയതാണ്. Although it is priceless, അത് വിലയേറിയത് ആണ് എങ്കിലും it is free of cost for you. നിങ്ങൾക്കത് സൗജന്യമാണ്. Just believe in Jesus. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നിനും ഇത് ചെയ്യുവാൻ കഴിയില്ല. Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും ഇത് ചെയ്യുവാൻ കഴിയില്ല. Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മറ്റൊന്നിനും ഇത് ചെയ്യുവാൻ It is കഴിയില്ല. not your good works. നിങ്ങളുടെ നല്ല പ്രവൃത്തിയല്ല. It is not your religion. ഇത് നിങ്ങളുടെ മതമല്ല. It is not your ഇത് practices. നിങ്ങൾ ചെയ്യുന്ന It is പരിശീലനങ്ങളല്ല. not your traditions. ഇത് നിങ്ങളുടെ പാരമ്പര്യമല്ല. It is not your rituals. ഇത് നിങ്ങളുടെ ചടങ്ങുകളല്ല. But the blood of Jesus. എന്നാൽ യേശുവിന്റെ രക്തം. Only the blood of Jesus. യേശുവിന്റെ രക്തത്തിന് മാത്രം. Believe in Jesus. യേശു ക്രിസ്തുവിൽ And വിശ്വസിക്കുക. you will be നിങ്ങൾ blessed. അനുഗ്രഹിക്കപ്പെടും. Can we look to the Lord in prayer? നമുക്ക് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കാം. Loving Lord, gracious Heavenly Father. സ്വർഗ്ഗസ്ഥനായ സ്വർഗ്ഗീയ നല്ല പിതാവ്, Father, we have understood today. പിതാവ് ഇന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം. Father, all these days we depended on our good works. കർത്താവ്, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഞങ്ങൾ We ആശ്രയിച്ചു. depended on our traditions. ഞങ്ങളുടെ പാരമ്പര്യങ്ങൾ ഞങ്ങൾ We ആശ്രയിച്ചു. depended on our rituals. ഞങ്ങളുടെ മതപരമായ ചടങ്ങുകൾ ഞങ്ങൾ But ആഗ്രഹിച്ചു. today we have understood that nothing but the blood of എന്നാൽ ഇന്ന് Jesus. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, മറ്റൊന്നിനുമല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ As കഴിയുകയുള്ളൂ. we come to your throne of grace, യേശുവേ, ഞങ്ങളുടെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ Father, forgive our sins. പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. Wash us with your precious blood. യേശുവിന്റെ രക്തം മുഖാന്തരമായി ഞങ്ങളെ കഴുകി Anoint us with ശുദ്ധീകരിക്കണം. a new oil. ഞങ്ങളെ പുതിയ എണ്ണയാൽ അഭിഷേകം That ചെയ്യണം. we may be blessed. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ And that we ഇടയാകണം. are a blessing for many. അത് മാത്രമല്ല, മറ്റനേകർക്ക് ഞങ്ങൾ ഒരു അനുഗ്രഹമാക്കി Send your മാറ്റണം. Holy Spirit on us right അങ്ങയുടെ now. പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ അയക്കണം. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. Hallelujah. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Right now, as we take time to pray for the sick ഇപ്പോൾ people, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, my dear brother and sister, എന്റെ പ്രിയ സഹോദര സഹോദരി, if you are sick, നിങ്ങൾ if രോഗിയായിരിക്കുന്നുവെങ്കിൽ, you have pain in any part of your body, നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ, don't believe the program. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ അല്ല വിശ്വസിക്കേണ്ടത്. Believe in Jesus. നിങ്ങൾ യേശു ക്രിസ്തുവിൽ Keep your hand on വിശ്വസിക്കുക. the place where you are sick. നിങ്ങൾക്ക് രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വയ്ക്കാം. Expect a miracle right now. ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിൽ നിന്ന് ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കാം. As we pray, claiming the promises of Jesus. യേശുവിന്റെ വാഗ്ദത്തത്തിൽ നാം ആശ്രയിച്ച് ഇപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ, Hallelujah. Hallelujah. Father, as we pray together for the sick people, പിതാവേ, ഇപ്പോൾ ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, according to Exodus chapter 15 verse 26, പുറപ്പാട് പുസ്തകം 15:26 അനുസരിച്ച്, Acts chapter 10 verse 38, അപ്പോസ്തലപ്രവൃത്തികൾ 10:38, let the healing power of Jesus Christ യേശു ക്രിസ്തുവിന്റെ സൗഖ്യമാക്കുന്ന right now ശക്തി touch and heal them. ഇപ്പോൾ ഇവരെ തൊട്ട് സ്പർശിക്കട്ടെ. Heal them. ഇപ്പോൾ ഇവരെ സൗഖ്യമാക്കാം. Heal them. ഇപ്പോൾ സൗഖ്യമാക്കാം. Heal them. ഇപ്പോൾ ഇവരെ In the സൗഖ്യമാക്കാം. name of Jesus, യേശുവിന്റെ നാമത്തിൽ receive a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Spondylitis is being healed. എല്ലാ സ്പോണ്ടിലൈറ്റിസും ഇപ്പോൾ സൗഖ്യമാകുക. Joint pains is being healed. എല്ലാ ജോയിന്റ് വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുക. Rheumatic pains is being healed. റൊമാറ്റിക് വേദന ഇപ്പോൾ സൗഖ്യമാകുക. Arthritis is being healed. എല്ലാ വാതരോഗവും യേശു സൗഖ്യമാക്കുന്നു. Asthmatic allergy is being healed. ആസ്മാറ്റിക് അലർജികൾ ഇപ്പോൾ സൗഖ്യമാകുക. Sinusitis is being healed. സൈനസൈറ്റിസ് ഇപ്പോൾ സൗഖ്യമാകുന്നു. Receive a healing. സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിക്കാം. Problems with the backbone. ഓ, നടുവിന്റെ വേദനയാൽ ഭാരപ്പെടുന്നവ, Disc slips. ഡിസ്ക് സ്ലിപ്പിനാൽ ഭാരപ്പെടുന്നവ, Backbone wearing off. ഓ, നടുവിലെ എല്ല് തേഞ്ഞു പോകുന്നത്, Receive a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Receive a healing. ഇപ്പോൾ സൗഖ്യത്തെ Receive പ്രാപിക്കാം. a healing. ഇപ്പോൾ സൗഖ്യത്തെ Receive പ്രാപിക്കാം. a healing. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കാം. Heart blocks be healed. ഹാർട്ടിലെ ബ്ലോക്കുകൾ ഇപ്പോൾ There സൗഖ്യമാകുക. are certain group of people ചില ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നവ, who always get tired even after having good food. നിങ്ങൾ നല്ല ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. Always having a heavy feeling in your head. എപ്പോഴും നിങ്ങളുടെ തലയിൽ വലിയൊരു ഭാരം The അനുഭവിക്കുന്നു. power of Jesus is healing you. ഇപ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുക. Receive it. ഇപ്പോൾ സൗഖ്യമാക്കുക. Receive it. ഇപ്പോൾ സൗഖ്യത്തെ പ്രാപിക്കുക. Receive it. ഇപ്പോൾ സൗഖ്യത്തെ Thank you, പ്രാപിക്കുക. Jesus. നന്ദി യേശുവേ. Hallelujah. Hallelujah. Diabetes and pressure I rebuke in the name of
of Jesus. ഡയബറ്റീസും പ്രഷറും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ Cholesterol കൽപ്പിക്കുന്നു. be healed. കൊളസ്ട്രോൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Problem in the eyesight be healed. കാഴ്ച മുഖാന്തരമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. Thank you, Jesus. നന്ദി യേശു. People who are feeling that you are discouraged, നിരാശപ്പെടുന്നുവെന്ന് അനുഭവിക്കുന്നവർ, that only problems in your life, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമാണെന്ന് cheer ചിന്തിക്കുന്നവർ up. ഇപ്പോൾ സന്തോഷിക്കുക. Jesus Christ loves you. യേശു നിങ്ങളെ He സ്നേഹിക്കുന്നു. is touching you. യേശു നിങ്ങളെ സ്പർശിക്കുന്നു. He will change your circumstance. യേശു നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും. Believe in Him. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. Believe in Him. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. Believe in Him. യേശുവിൽ വിശ്വസിക്കുക. God is lifting your spiritual lives as well. ദൈവം നിങ്ങളുടെ ആത്മീക ജീവിതത്തെ The ഉയർത്തുകയാണ്. anointing of the Holy Spirit is coming upon you. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണ്. Just tell God, fill me. ദൈവത്തോട് പറയുക, എന്നെ നിറയ്ക്കണമേ, Fill me. എന്നെ നിറയ്ക്കണമേ, Fill me. എന്നെ നിറയ്ക്കണമേ, Fill me with your power. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം, Fill me with your spirit. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. As the Bible says in Zechariah 4:6. സെക്കറിയ 4:6 Not പറഞ്ഞതുപോലെ by power, ശക്തിയാലല്ല, not by might, ബലത്താലല്ല, but by the power of God, the Holy Spirit. ദൈവത്തിന്റെ ശക്തിയാൽ. Acts 1:8. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 When the Spirit of God comes upon you, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ you വരുമ്പോൾ shall be a witness. നിങ്ങൾ സാക്ഷികളായി Jesus തീരും. Christ is right now baptizing you with His power. യേശു നിങ്ങളെ ഇപ്പോൾ തന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യുന്നു. Receive the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഇപ്പോൾ Receive പ്രാപിക്കാം. in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അത് പ്രാപിക്കാം. Receive. ഇപ്പോൾ പ്രാപിക്കാം. Receive. ഇപ്പോൾ പ്രാപിക്കാം. Receive. ഇപ്പോൾ പ്രാപിക്കാം. Receive. ഇപ്പോൾ പ്രാപിക്കാം. Thank you, Jesus, for touching us. യേശുവേ, ഞങ്ങളെ സ്പർശിച്ചതിനായിട്ട് നന്ദി. We give you all the glory and honor. എല്ലാ മാനവും മഹത്വവും അവിടത്തേക്ക് In തരുന്നു. the name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ Amen. പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. ആമേൻ. Amen. ആമേൻ. The power of God has done a miracle in your life. ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്തു. Write your miracles to me. നിങ്ങളുടെ അത്ഭുതങ്ങളെ എന്നെ എഴുതി അറിയിച്ചാൽ. Thank you so much for watching this program. ഈ ടിവി പ്രോഗ്രാം കണ്ടതിനായിട്ട് നന്ദി. Please do pray for us. ദയവായി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. And also support us in the ministry that we do. ഞങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷയെ നിങ്ങൾ സംധാരണം ചെയ്താൽ, Especially financially, please help us. പ്രത്യേകമായിട്ടും സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ, In running these television programs, we adhere a good cost. ഈ ടിവി പ്രോഗ്രാമുകൾ നടത്തുന്നതിന് ഞങ്ങൾക്ക് അധികമായിട്ടുള്ള ചിലവുകളുണ്ട്. If you wish to sponsor a TV program ഇങ്ങനെ ഒരു ടിവി പ്രോഗ്രാം നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ with a ആഗ്രഹിക്കുന്നു, small offering, ഒരു ചെറിയ you can സംഭാവനയിലൂടെ pick up the phone and call me and tell me, and we would love to hear that. നിങ്ങൾ ഫോൺ എടുത്ത് എന്നെ വിളിക്കുന്നുവെങ്കിൽ ഞാനത് അധികം ഇഷ്ടപ്പെടും. Please pray for the activities that we are doing in North India. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഓർത്താൽ, Our vision is that India should be washed by the blood of Jesus. ഞങ്ങളുടെ ദർശനം ഇതത്രേ, ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. Kerala is a good state. കേരള ഒരു നല്ല If സംസ്ഥാനമാണ്. we all stand together for Jesus, നാം എല്ലാവരും ചേർന്ന് യേശുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ in this generation itself, India can be washed by the blood of ഈ Jesus. തലമുറയിൽ തന്നെ ഇന്ത്യ യേശുവിന്റെ രക്തത്താൽ കഴുകൽ Pray for the പ്രാപിക്കും. centers that we have in Madanapalli, Karnataka, Bangalore and in Mysore. ഞങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ മദനപ്പള്ളിയിലുള്ള സെന്ററും അതുപോലെ കർണാടകത്തിലും അതുപോലെ കേരളത്തിലുമുള്ള തമിഴ്നാട്ടിലുമുള്ള സെന്ററുകളെ ഓർത്ത് പ്രാർത്ഥിച്ചാലും, Pray for the North Indian mission fields that we have in Punjab and Haryana. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിലും ഹരിയാനയിലുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. God should establish centers of hope there as well. ദൈവം ആ ഭാഗങ്ങളിലും പ്രത്യാശ കേന്ദ്രങ്ങൾ സ്ഥാപിപ്പാൻ തക്കവണ്ണം If you ഇടയായി. have a prayer request, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാവശ്യമുണ്ട്, you can pick up the phone and call me straight away. നിങ്ങൾക്ക് ഫോൺ എടുത്ത് എന്നെ നേരെ വിളിക്കുവാനായി We കഴിയും. would love to pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് If you ആഗ്രഹിക്കുന്നു. want to mail me, you can write your emails to me. My email address is pastoranish.mano@gmail.com. നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ pastoranish.mano@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് അയപ്പാനായി കഴിയും. Even you can write normal letters to our office and we will pray and reply to all your prayer requests. നിങ്ങൾ സാധാരണ കത്ത് എഴുതുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓഫീസിലേക്ക് എഴുതി അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We as a family would pray for you. ഞങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Our address is Hope in Jesus, Keston Road, Trivandrum 695003. ഞങ്ങളുടെ അഡ്രസ് ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, തിരുവനന്തപുരം 695003. We have 24 hours prayer line. Prayer warriors are waiting to pray for you. 24 മണിക്കൂറുമുള്ള പ്രാർത്ഥന ലൈനുകളുണ്ട്. അതിൽ ദയവായി നിങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ പടയാളികൾ നിങ്ങൾക്ക് വേണ്ടി Many പ്രാർത്ഥിക്കും. miracles are happening through this prayer line. ഈ പ്രയർ ലൈനിലൂടെ യേശു അനേകം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. A non-Christian girl who was admitted in RCC was healed of her cancer just because she called up the prayer line and prayed by the power of Jesus Christ.
RCCയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന ഒരു അക്രൈസ്തവ പെൺകുട്ടി ഈ ടെലിഫോൺ ലൈനുകളിലേക്ക് വിളിക്കുകയും അതിലൂടെയുള്ള പ്രാർത്ഥനയിൽ യേശു അവരെ അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കുകയും ചെയ്തു. It is not because that we are special, but our master Jesus is special. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടല്ല, എന്നാൽ ഞങ്ങളുടെ യജമാനൻ യേശു പ്രത്യേകതയുള്ളവനാണ്. Our duty is just to agree with you in prayer. എന്നാൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും. Till we meet again on the next episode. വീണ്ടും അടുത്ത എപ്പിസോഡ് നാം കണ്ടുമുട്ടുന്നത് വരെ God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God be with you. ദൈവം നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. Amen. ആമേൻ.